ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓൾവേസ് ഹോം എന്ന ചൈനീസ് ഡ്രാമയുടെ 19ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ സീഷി ഇപ്പോൾ നേരെ തന്നെ സോങ്ങിനെ കാണാനായിട്ട് ചെന്നിട്ട് അവൻ്റെ ഒപ്പം കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുകയാണ്. അങ്ങനെ അവനായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ നിന്റെ ഫ്രീ ടൈമിൽ നീ എന്താണ് ചെയ്യാന്ന് അവൾ ചോദിക്കുമ്പോൾ താൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കാരണം അത് അവൻ അത്രയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കാര്യമാണെന്നും അവനിപ്പോൾ പറയുന്നുണ്ട്. മാത്രമല്ല പണ്ട് അവൾ എഴുതാറുള്ള എസ്സേസ് ഒക്കെ സോങ് വായിച്ച് അതിനെ ഇംപ്രൂവ് ചെയ്ത് സംസാരിക്കുമ്പോൾ അത് അവൾ എത്രമാത്രം ഹാപ്പി ആക്കിയെന്നും വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള അവളുടെ ലൈഫിൽ അതെങ്ങനെയൊക്കെ അവൾക്ക് സന്തോഷം കൊടുത്തു എന്നൊക്കെ അവളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ആ ഒരു സിറ്റിയിലുള്ള ഫ്രണ്ട് സൈക്കിളിൽ ഇവർ രണ്ടുപേരും മാത്രമുള്ള കാരണം കൊണ്ട് പണ്ടത്തെ വിട്ട് നോക്കുമ്പോൾ അവർ തമ്മിൽ ഇപ്പൊ നല്ലൊരു ബോണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ സീഷിയൊക്കെ ആയിട്ട് സംസാരിച്ചതിന് ശേഷം സോങ് തിരികെ അവന്റെ ബോയ്സ് ഹോസ്റ്റലിൽ എത്തുന്ന സമയത്ത് അവന്റെ തന്നെ റൂംമേറ്റ് ആയിട്ടുള്ള വലിയ പഠിപ്പായിട്ടുള്ളൊരു കൊച്ച് ഇനിയും അവിടേക്ക് എത്താത്ത കണ്ട് അവൻ എന്തോ ബാഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോങ് ഇവിടെ ചെറുതായിട്ട് ജലസായിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അവൻ ഓർമ്മ വെച്ച സമയം മുതലേ അവന്റെ ക്ലാസ്സിലെയും സ്കൂളിലെയും ഒക്കെ ഫസ്റ്റ് ആയിട്ട് സ്കോർ ചെയ്തുകൊണ്ടിരുന്ന സോങ് ഇപ്പോ ശരിക്കും അത്രയും നല്ല മാർക്കുകളൊന്നല്ല സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അവന്റെ റൂംമേറ്റ് ആയിട്ട് ഇന്നേ വരെ അവൻ കാണാത്ത ആ ഒരു കുട്ടി തന്നെയാണ് അവന്റെ ക്ലാസ്സിൽ ഏറ്റവും ഹൈ മാർക്സ് സ്കോർ ചെയ്യുന്നത്. സോ ഈ ഒരു കാര്യം അത്രയും പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള സോങ്ങിന് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു കാര്യം അവന്റെ ക്യാരക്ടറിൽ അങ്ങനെ തന്നെ പ്രസന്റ് ആയിരുന്നതുകൊണ്ട് അവൻ പണ്ടത്തെ പോലെ അല്ലെന്നും അവന്റെ ക്യാരക്ടറിൽ എന്തോ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്നും സീഷി ഇപ്പൊ അവന് മെസ്സേജ് അയച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് താൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്നും തനിക്ക് എന്താണ് പറ്റുന്നതെന്നും മനസ്സിലാവാണ്ടിരിക്കുകയാണ് സോങ്. ഇതേ നേരം നമ്മുടെ ഷെന്നും ജിങ്ങും കൂടിയിട്ട് അവരുടെ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു സ്പോർട്സ് ക്ലബ്ബിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ആ ഒരു ക്ലബിന്റെ പ്രസിഡന്റ് ബാക്കി എല്ലാ ക്ലബ്ബുകളും ഒരു വെൽക്കം പാർട്ടി നടത്തുമ്പോൾ നമ്മുടെ ക്ലബിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു റെസ്പോൺസ് വേണമെന്നും അതുകൊണ്ട് എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മൾ നടത്തേണ്ടി വരുമെന്നും പറയുമ്പോൾ ആ ഒരു ക്ലബ്ബിൽ ചേർന്നിരിക്കുന്ന മെമ്പേഴ്സ് എല്ലാവരും തലകുനിച്ചിരിക്കുകയാണ്. ഈവൻ കുറച്ചുപേര് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ആ ഒരു ക്ലബിന്റെ പ്രസിഡന്റ് നേരെ നമ്മുടെ ഷെന്നിന്റെ അടുത്ത് വന്ന് അവള് ഈ മാർഷ്യൽ ആർട്സിലൊക്കെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ എന്തെങ്കിലും ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യാനായിട്ട് അവളുടെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവള് തിരിച്ച് ഹോസ്റ്റലിലേക്ക് തിരിച്ചു വരുമ്പോൾ അവളുടെ ഒരു റൂംമേറ്റ് ആയിട്ടുള്ള ലീക്ക് അവിടെ തന്നെ റൂംമേറ്റിലുണ്ടായിരുന്ന ആ പഠിപ്പിയായിട്ടുള്ള കൊച്ച് എപ്പോഴും AC ഓഫ് ചെയ്യുന്ന കാരണം കൊണ്ട് ഇനി തനിക്ക് റൂമിൽ ഇരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവള് നൈറ്റ് പുറത്തേക്ക് പോവാണ്. ഇതേ ടൈമിൽ തന്നെ അവരുടെ ഹോസ്റ്റലിൽ ഇൻസ്പെക്ഷൻ വരുന്ന സമയത്ത് ഷെന്നും അവളുടെ മറ്റേ ഫ്രണ്ട് ആയിട്ടുള്ള ലൂ കൂടിയിട്ട് ലീയുടെ ആബ്സെൻസ് അറിയിക്കാണ്ടിരിക്കാനായിട്ടുള്ള ഒരുപാട് സെറ്റപ്പ് ഒക്കെ അവിടെ ചെയ്തു വെക്കുന്നുണ്ടെങ്കിലും അവരുടെ വാർഡനിപ്പോ ഈ കാര്യങ്ങളൊക്കെ കൈയോടെ പിടിക്കുന്നുണ്ട്. മാത്രമല്ല പിറ്റേ ദിവസം ഇതുപോലെ തന്നെ കോളേജിൽ അറ്റൻഡൻസ് വിളിക്കുന്ന സമയത്തും ലീ ക്ലാസ്സിലില്ലാത്തതുകൊണ്ട് തലേ ദിവസം ഹോസ്റ്റലിൽ നിന്നും ഇന്നതായപ്പോ ക്ലാസ്സിൽ നിന്നും അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യുന്ന കാരണം കൊണ്ട് ഇതിന്റെ പേരിൽ അവൾക്ക് നല്ല സീൻ കിട്ടുമെന്ന് ആലോചിച്ച് പേടിച്ചിരിക്കുകയായിരുന്നു ചെന്നും ലീയും. പക്ഷെ ഇതേ സമയം തന്നെ അവരോടൊപ്പം തന്നെ ആ ഒരു ക്ലാസ്സിലുണ്ടായിരുന്ന ആ ഒരു പഠിപ്പിയായിട്ടുള്ള കൊച്ചിപ്പോ സ്വന്തം അറ്റൻഡൻസ് പറയാണ്ട് ലൂവിന്റെ അറ്റൻഡൻസ് പറയാണ്. അതെന്തിനാണ് നീ നിന്റെ അറ്റൻഡൻസ് കളഞ്ഞ് അവളുടെ അറ്റൻഡൻസിന് പ്രസന്റ് പറഞ്ഞെന്ന് ഈ ടൈമിൽ ചെന്നും അവളുടെ ഫ്രണ്ടും ചോദിക്കുമ്പോൾ താൻ കാരണമാണ് അവൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്നും താൻ കാരണം ഉണ്ടായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടിന് ഒരു പ്രായശ്ചിത്തം എന്ന പോലെയാണ് താൻ അവളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്തതെന്നും ആ ഒരു പഠിപ്പി കൊച്ച് ഇപ്പൊ അവരോട് പറയുന്നുണ്ട്. മാത്രമല്ല അവളോട് തിരിച്ചു വന്നോളാനും താൻ അധികം വൈകാതെ തന്നെ ആ ഒരു റൂം വെക്കേറ്റ് ചെയ്യാമെന്നും അവൾ പറയുന്നുണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷം ഈ നടന്ന കാര്യങ്ങളൊക്കെ ചെന്നും അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ലീയും കൂടിയിട്ട് ലൂവിനെ ഒരു കഫേയിൽ വെച്ച് അറിയിക്കുമ്പോൾ അതേ കഫേയിൽ തന്നെ അവിടെ ഒരു ജോലിക്കാരിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ റൂംമേറ്റ് ആയിട്ടുള്ള പഠിപ്പിയായിട്ടുള്ള ടോങ് എന്ന് പറഞ്ഞ് ആ ഒരു സ്റ്റുഡന്റ്. രണ്ടു കൂട്ടരും പെട്ടെന്ന് കണ്ട സമയത്ത് ഒന്ന് ഷോക്ക്ഡ് ആവുന്നുണ്ടെങ്കിലും ഇതേ നേരം തന്നെ ആ ഒരു കഫേയില് ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിരുന്ന കുറെ അലമ്പ് ചെക്കന്മാര് അവിടെ കുറെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഡൊങ്ങാകട്ടെ മയത്തില് എത്രയൊക്കെ പറഞ്ഞു നോക്കിയിട്ടും അവര് അടങ്ങുന്നുണ്ടായിരുന്നില്ല. ഇതേ നേരം ലീ ആണ് അവറ്റങ്ങൾ എല്ലാത്തിനെയും ചീത്ത പറഞ്ഞ് അവിടെ നിന്ന് ഓടിച്ചിട്ട് നമ്മുടെ ഡൊങ്ങിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അങ്ങനെ അന്ന് വൈകുന്നേരം കടയിലെ കസ്റ്റമേഴ്സ് എല്ലാരും പോയി കഴിയുമ്പോൾ അവർ 4 പേരും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഡൊങ്ങും ലീയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹെൽപ്പുകളൊക്കെ ചെയ്ത് കോംപ്രമൈസ് ചെയ്തതുകൊണ്ട് ഇപ്പൊ അവർ 4 പേരും കൂടി അവരുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ തുറന്ന് സംസാരിച്ച് ഇപ്പൊ അങ്ങനെ ഒരു 4 പേരും കട്ട ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഭാഗമായിട്ട് 4 പേരും തന്നെ ഒരുമിച്ച് എല്ലാവർക്കും വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങിച്ചു വരുമ്പോൾ ഇത്രയും ഫുഡ് ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ ചെന്ന് ഇത് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു പട്ടിക്ക് കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞ് പാവം നമ്മുടെ ജിങ്ങിന് തന്നെ അതൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. ജിങ്ങാകട്ടെ പെട്ടെന്ന് ഇവൾക്ക് എന്ത് പറ്റി തന്നോട് ഇത്ര സ്നേഹമെന്ന് ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ അവിടേക്കിപ്പോ ആർട്സ് ക്ലബിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ ജിങ്ങിനോട് ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി വന്നിട്ട് ചെന്നിന്റെ മാർഷ്യൽ ആർട്സിന്റെ പ്രോഗ്രാം ഇത്തിരി ഓൾഡ് ഫാഷൻഡ് ആണെന്നും അതൊന്നും കാണാൻ ആരും വരില്ലെന്ന് പറഞ്ഞ് ആ ഒരു പ്രോഗ്രാം തന്നെ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഓൾറെഡി അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഇരുന്ന ജിങ്ങിനും അതിനേക്കാൾ ഉപരി ചെന്നിനും ഒരുപാട് വിഷമമാകുന്നുണ്ട്. പക്ഷെ ആർട്സ് ക്ലബിന്റെ ആ ഒരു പ്രസിഡന്റ് ആകട്ടെ ഒരു കാര്യത്തിൽ തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നും എനിവേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ കുറച്ച് ഹെൽപ്പേഴ്സിനെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിടാനും ആവശ്യപ്പെടുന്നുണ്ട്. ഇതാണെങ്കിൽ
അങ്ങേയറ്റം ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു മാറ്റർ ആയതുകൊണ്ട് അവൾ പറയുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാനും അവർക്ക് ആർക്കും സാധിക്കാത്തതുകൊണ്ട് സ്പോർട്സ് ക്ലബിന്റെ പ്രസിഡന്റ് ഇപ്പോൾ ജിങ്ങിനെ അവളുടെ ടീമിലേക്കുള്ള ചെറിയ ഹെൽപ്പിനായിട്ട് അയക്കുന്നുണ്ട്. അങ്ങനെ ജിങ്ങിനൊന്നും താല്പര്യമില്ലെങ്കിലും കമ്പൽസറി ആയതുകൊണ്ട് അവൻ അതിനെ ലീഡ് ചെയ്യേണ്ടി വരുമ്പോൾ സ്പോർട്സ് ക്ലബിന്റെ പ്രസിഡന്റ് ഇപ്പോൾ ചെന്നിന്റെ അടുത്ത് വന്നിട്ട് ഇനി നമുക്ക് ഹോൾ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ലെന്നും, പക്ഷെ അവൾ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ സ്ഥലം കണ്ടുപിടിച്ച് നമുക്ക് എങ്ങനെയായാലും നമ്മുടെ ആക്ടിവിറ്റി നടത്തണമെന്നും, അതുകൊണ്ട് ഈ ഒരു കാര്യം എങ്ങനെയെങ്കിലും പ്ലാൻ ചെയ്ത് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ആ ഒരു പ്രസിഡന്റ് ഇപ്പോൾ ചെന്നിന്റെ അടുത്ത് ആവശ്യപ്പെടുമ്പോൾ മര്യാദയ്ക്ക് ഒരു സ്ഥലം പോലും ഇല്ലാണ്ട് ഈ ഒരു ആക്ടിവിറ്റി എങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന ആലോചിച്ച് ചെന്നിന് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഇതേ നേരം ജിങ്ങിനെ മനഃപൂർവ്വം തന്നെയായിരുന്നു ഡുവൈ ഇപ്പൊ അവളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവനോട് ക്ലോസ് ആയിട്ട് ഇടപെടാൻ ശ്രമിക്കുമ്പോൾ അതിലൊന്നും ഒട്ടും താല്പര്യമില്ലാതെ നിൽക്കുന്ന ജിങ്ങിനെ നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് നൈറ്റ് താൻ എങ്ങനെയാണ് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ആക്ടിവിറ്റി നടത്താമെന്നും അതിനുവേണ്ട ഒരു ഐഡിയയും ആലോചിച്ച് ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയായിരുന്നു ചെന്ന്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അവൾ അവളുടെ റൂംമേറ്റ്സ് ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ ടോങ് അവൾക്ക് നല്ലൊരു ഐഡിയ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ ഈ ഒരു ലോകത്തിൽ ഗേൾസ് എത്രമാത്രം അൺസേഫ് ആണെന്നും അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സെൽഫ് ഡിഫെൻസിന് വേണ്ടി എങ്ങനെയാണ് മാർഷ്യൽ ആർട്സ് ഹെൽപ്പ് ചെയ്യാമെന്നും അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് സെൽഫ് ഡിഫെൻസീവ് സ്റ്റെപ്സ് അവരെ പഠിപ്പിക്കാമെന്നും ഉള്ളൊരു ഐഡിയ ഇപ്പോൾ ഡോങ് അവരുടെ അടുത്ത് പറയുമ്പോൾ ബാക്കി എല്ലാവർക്കും തന്നെ ഇത് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ കൂടുതലും ഈ വുമൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സെൽഫ് ഡിഫെൻസീവ് ആയിട്ടുള്ള ആക്ടിവിറ്റിയെ കുറിച്ച് അവളുടെ പ്രസിഡന്റിന്റെ അടുത്ത് പറയുമ്പോൾ അവനും ഈ ഒരു ഐഡിയ ഒരുപാട് ഇഷ്ടമായിട്ട് ഇത് നടത്താൻ പറ്റിയൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് അവൻ അവളെ പൂട്ടിക്കിടക്കുന്ന ഒരു ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് ആകെ പൊടി പിടിച്ച് അഴുക്കായിട്ട് കിടക്കുന്ന ആ ഒരു ക്ലാസ് റൂം അവൻ പാവം നമ്മുടെ ചെന്നൈനെ കാണിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ റീസ്റ്റോർ ചെയ്ത് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇവിടെ പരിപാടി നടത്താമെന്നും അവളോട് ആദ്യം ഇതൊക്കെ ക്ലീൻ ചെയ്യാനും ആവശ്യപ്പെട്ട് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് അവൻ നേരെ അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും പിന്നെ അവന്റെ ഒരു പൊടി പോലും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് ചെന്നൈ തന്നെയാണ് ഒരു മാർഷ്യൽ ആർട്സിന്റെ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി എല്ലാരെയും അറിയിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കുറെ പോസ്റ്റേഴ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു പോസ്റ്റർ ഇപ്പോൾ ടയാൻജിയിലേക്ക് കിട്ടുമ്പോൾ ആ ഒരു പോസ്റ്റർ ഒട്ടും തന്നെ അട്രാക്റ്റീവ് അല്ലെന്ന് പറഞ്ഞ് ടയാൻജി ഇപ്പോൾ ചെന്നൈനെ ഹെൽപ്പ് ചെയ്യാമെന്ന് ഓഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് ടയാൻജി നല്ലൊരു അടിപൊളി പോസ്റ്റർ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും മാത്രമല്ല അവളുടെ ഒരു മാർഷ്യൽ ആർട്സിന്റെ കോമ്പറ്റീഷന് വേണ്ട എല്ലാ സപ്പോർട്ടും ഗൈഡൻസും ഒക്കെ അവൾക്ക് അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തന്നെ മറ്റേ റൂമിൽ നിന്ന് ജിങ് കാണുമ്പോൾ അവനിത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാണ്ട് നിൽക്കാണ്. അങ്ങനെ അന്നത്തെ ദിവസത്തെ ക്ലീനിങ്ങിനും വർക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോയാലെന്ന് ടയാൻജി ഇപ്പോൾ ചെന്നിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ തനിക്ക് അതിനുള്ള ടൈമില്ലെന്നും ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഇനി കഫറ്റീരിയയിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നും അവള് പറയുമ്പോൾ ടയാൻജി ഇപ്പൊ നേരെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ അവളൊന്നും കഴിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കി ജിങ് അവൾക്ക് വേണ്ട ഫുഡൊക്കെ ആയിട്ട് അവിടേക്ക് എത്തുന്നുമുണ്ട്. അങ്ങനെ ഇപ്പോൾ ചെന്ന ടയാൻജിയോടൊപ്പം അടുത്ത് ഇടപഴകുന്നത് ഇഷ്ടമല്ലാത്ത ജിങ് ഇപ്പോൾ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെയാണ് ആദ്യം വിളിക്കേണ്ടതെന്നും വെറുതെ എന്തിനാണ് ടയാൻജിയെ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്നും അവൻ എന്തോരം വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ളതാന്നൊക്കെ പറഞ്ഞ് വളരെ ജലസായിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് പെണ്ണിന് കഴിക്കാൻ വേണ്ട ഫുഡുമായിട്ട് ടയാൻജിയും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ടയാൻജിയെ കാണുന്ന ജിങ്ങിന് ദേഷ്യം വന്നിട്ട് ടയാൻജി വാങ്ങിക്കൊണ്ടുവന്ന ഫുഡൊക്കെ ജിങ് തന്നെ വേഗം അവന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ട് ഈ ഒരു ഫുഡൊന്നും ചെന്നൈന് കഴിക്കാൻ പാടില്ലെന്നും പക്ഷെ ഇത് വേസ്റ്റ് ആക്കി കളയണ്ട അത് ഞാൻ തന്നെ തിന്നോളാന്നൊക്കെ പറഞ്ഞ് അവൻ തന്നെ അത് വാങ്ങിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ അവന്റെ ഈ ക്യാരക്ടറൊക്കെ കണ്ട് ഇവനിത് പെട്ടെന്ന് എന്ത് പറ്റി എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ചെന്നൈനെയും കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഫ്രണ്ട്സ്, അങ്ങനെ ഈരിയും പാമ്പും പോലെ നടന്നിരുന്ന നമ്മുടെ ചെന്നൈനെയും ജിങ്ങിന്റെയും ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്പാർക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ടോ? അതിന്റെ ഒരു ഭാഗമായിട്ടാണോ ടയാൻജിയോട് ജിങ്ങിന് ഇത്രയും അസൂയയും ജലസിയൊക്കെ തോന്നുന്നത്? മാത്രമല്ല അതുപോലെയുള്ള ഫീലിങ്സ് ഇനി ചെന്നിനും ജിങ്ങിന്റെ അടുത്ത് ഉണ്ടോ? എനിവേ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇനി വരുന്ന എപ്പിസോഡിൽ കൂടെ നമുക്ക് കാണാട്ടോ. സോ ഇന്നത്തെ ഈ ഒരു ഫണ്ണി എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ ആൻഡ് ബൈ.